നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് CP ചാക്കോ മരിച്ചതിന്റെ ഞെട്ടലിലാണ് അയൽവാസികളും നാട്ടുകാരും. എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു ചാക്കോ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മരണവാർത്ത മുണ്ടൂർ എന്ന നാടിനെ തന്നെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. വീട്ടിൽ ആര് സഹായം ചോദിച്ചെത്തിയാലും നൽകുമെന്നും പരോപകാരിയാണെന്നുമാണ് ചാക്കോയെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത്. വീട്ടിൽ ആരെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ എത്ര പണം കൊടുക്കാനും മടിയില്ല. മറ്റുള്ളവരെ സഹായിക്കാൻ നിർബന്ധമുള്ളയാളാണ്. ഒരാഴ്ച മുമ്പ് വീട്ടിൽ നിന്ന് ഷൈനുമായി പോകുമ്പോൾ വീട് ശ്രദ്ധിക്കാൻ പറഞ്ഞു. പ്ലാവിൽ നിറയെ ചക്കയുണ്ട്, മൂത്തു തുടങ്ങി, നാട്ടുകാർക്കെല്ലാം കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് പോയതെന്നാണ് അയൽവാസിയായ തൃശൂർ മുണ്ടൂർ സ്വദേശി സൈമൺ ചിറമ്മൽ പറയുന്നത്. മനോരമ ന്യൂസിനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. മകന്റെ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് പോകും മുമ്പ് വീൽചെയർ ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സഹായം നൽകിയാണ് ചാക്കോ മടങ്ങിയത്. പൊന്നാനിയിൽ പലചരക്ക് ഹോൾസെയിൽ കച്ചവടക്കാരനായിരുന്നു ചാക്കോ. ഇവിടെ നിന്ന് തൃശൂരിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. 2 പെൺമക്കളും കുടുംബസമേതം വിദേശത്താണ്. 11 വർഷമായി മുണ്ടൂരിലാണ് ചാക്കോയും കുടുംബവും താമസിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സേലത്ത് വെച്ച് വാഹനാപകടമുണ്ടായത്. അപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കും അമ്മ മരിയയ്ക്കും പരിക്കേറ്റു. ഇവർ ചികിത്സയിൽ തുടരുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ഇരുവരെയും ഇന്നലെ തൃശൂർ സൺ ആശുപത്രിയിൽ എത്തിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് ഇരുവരെയും പ്രത്യേക ആംബുലൻസിൽ നാട്ടിലെത്തിച്ചത്. ഷൈനിന്റെ ഇടതു കൈക്ക് പൊട്ടലുണ്ട്. അദ്ദേഹത്തിന്റെ മരണം തീർത്തും അപ്രതീക്ഷിതമാണെന്നാണ് അയൽക്കാരും ബന്ധുക്കളും പറയുന്നത്. ഏവരോടും കൊച്ചുവർത്താനം പറഞ്ഞുകൊണ്ടൊരു ജീവിതം തുടങ്ങുന്ന വ്യക്തിയാണ്. ദൈവത്തിലേറെ വിശ്വസിച്ചിരുന്ന ചാക്കോ രാവിലെ കാറെടുത്ത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് ഒരു ദിവസം തുടങ്ങുന്നതെന്ന് പ്രിയപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നു. തിരിച്ചുവരവ് വൈകിയാൽ ചെയ്യേണ്ട കാര്യങ്ങൾ വരെ കൂട്ടുകാരെ ഏൽപ്പിച്ച ശേഷമാണ് ചാക്കോ യാത്ര പുറപ്പെട്ടത്. അദ്ദേഹത്തിന്റെ മരണം ഉൾക്കൊള്ളാൻ ഇപ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമായിട്ടില്ല. മക്കൾക്കൊപ്പമുള്ള യാത്രകളിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രായം പോലും മറന്നായിരുന്നു ചാക്കോ പുറപ്പെട്ടിരുന്നത് എന്നാണ് പ്രിയപ്പെട്ടവർ തന്നെ പറയുന്നത്. നാട്ടുകാർക്കും വീട്ടുകാർക്കുമെല്ലാം പ്രിയപ്പെട്ടവൻ. കഴിഞ്ഞ 12 വർഷത്തിലേറെയായി മുണ്ടൂരിലാണ് ചാക്കോയും കുടുംബവും കഴിഞ്ഞത്. മകന്റെ ലഹരി വിരുദ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബം യാത്ര പുറപ്പെടും മുമ്പ് കൂട്ടുകാരോട് ചെയ്യേണ്ട കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചിരുന്നു. ചാക്കോ ചേട്ടൻ ഞങ്ങൾ നാട്ടുകാർക്ക് കണ്ണിലുണ്ണിയായിരുന്നു. നല്ലൊരു മനുഷ്യൻ. എല്ലാ പരിപാടികൾക്കും ഓടിയെത്തും. തിരക്കുകളൊന്നും നോക്കില്ല. ഇവിടെ നിന്നും അവർ പോയിട്ട് ഒരാഴ്ചയേ ആയിട്ടുള്ളൂ. പോയപ്പോൾ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് പോയത്. വരാൻ ലേറ്റായാലും എല്ലാ കാര്യങ്ങളും നോക്കണമെന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്നു. പള്ളിയിലൊക്കെ എല്ലാം സഹകരിക്കുന്ന ആളായിരുന്നു. നല്ല മനുഷ്യനായിരുന്നു അദ്ദേഹമെന്നും കൂട്ടുകാർ പറയുന്നു. 4 മക്കളാണ് ചാക്കോയ്ക്കും മരിയയ്ക്കും. 2 ആൺമക്കളും 2 പെൺമക്കളും. പെൺകുട്ടികൾ 2 പേരും ന്യൂസിലൻഡിലാണ്. അവർ വന്ന ശേഷമായിരിക്കും മരണാനന്തര ചടങ്ങുകൾ നടക്കുക.